നമസ്കാരം. മുസ്ലിം വിരുദ്ധത പറഞ്ഞെന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിമുകളെ തള്ളി പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനിയെ പറ്റിയും ഒന്നും പറഞ്ഞിട്ടില്ല. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു എന്നാണ് പറഞ്ഞത്. പിന്നോക്കക്കാരനും അധസ്ഥിതനും ഒന്നും കിട്ടുന്നില്ല. രാജ്യസഭാ അംഗങ്ങളുടെ പട്ടിക ഇതിനൊരു ഉദാഹരണമാണ്. CPIM സീറ്റ് പോലും കേരള കോൺഗ്രസിന് കൊടുത്തു. CPI സീറ്റ് ആർക്കാണ് കൊടുത്തത്? മുസ്ലിം സമുദായത്തിൽ നിന്നും 10 പേരെങ്കിലും ഉണ്ടോ ആ പാർട്ടിയിൽ? കാര്യം പറയുമ്പോൾ മുസ്ലിം വിരോധിയാക്കുകയും ജാതി പറയുന്നുവെന്ന് പറയുകയും ചെയ്യരുത്. സാമൂഹിക നീതിയെ കുറിച്ചാണ് പറയുന്നത് എന്നും സമചിത്തയോടുകൂടിയും ക്ഷമയോടെയും ചിന്തിച്ചാൽ സത്യം മനസ്സിലാക്കുമെന്നും ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി പറയുന്നു. ജാതി ചിന്ത ഉണ്ടാകുന്നത് ജാതി വിവേചനം ഉണ്ടാകുമ്പോഴാണ്. പിന്നോക്കക്കാരെ ആരും പരിഗണിക്കുന്നില്ലല്ലോ. പിന്നോക്കക്കാർ വോട്ട് കുത്തിയ യന്ത്രങ്ങൾ മാത്രമാണ്. പറയുമ്പോൾ ചാടി വീണെടുത്തിട്ട് ഒരു കാര്യവുമില്ല. പറയുന്നതിൽ കഴമ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മുസ്ലിമുകൾക്ക് പ്രത്യേക പരിഗണനയും പരിരക്ഷയും നൽകുന്നുണ്ട്. നവോത്ഥാനത്തിന്റെ ലക്ഷ്യവും SNDP യോഗത്തിന്റെ ലക്ഷ്യവും രണ്ടാണ്. SNDP യോഗം അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന സമര സംഘടനയാണ്. യോഗം ജനറൽ സെക്രട്ടറി കുമാരനാശാൻ പ്രജാസഭയിൽ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുമുണ്ട്. ജാതി പറയുന്നത് അപമാനമല്ല, അഭിമാനമാണെന്നും ഇനിയും പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയത്തിൽ ഈഴവ സമുദായത്തെ ബന്ധീകരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് ശേഷം CPMൽ ആരുണ്ട്? രണ്ടാം നിരയിൽ ആരുണ്ട്? കോൺഗ്രസിൽ ഒരു സുധാകരനുണ്ട്, അതും ബന്ധീകരിച്ച നേതൃത്വമാണ്. എല്ലാ മുന്നണികളും രാഷ്ട്രീയ ബന്ധീകരണം നടത്തിയാണ് ഈഴവരെ നടത്തിയിരിക്കുന്നത് എന്നതും വെള്ളാപ്പള്ളി പരാമർശിക്കുന്നു. ഇന്നലെ വന്നവർ സ്ഥാനങ്ങൾക്ക് ചാടിക്കയറി പോവുകയാണ്. SNDP എന്ന നിലയിൽ തിരഞ്ഞെടുപ്പിൽ LDFനെതിരെ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഞാൻ എന്നെ കൊണ്ടാവുന്ന നിലയിൽ സഹായിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ആലപ്പുഴയിൽ അതിൽ നിന്നിട്ടില്ല. അതിന് കാരണവുമുണ്ട്. കഴിഞ്ഞ തവണ ജയിച്ച ശേഷം ആരിഫ് പറഞ്ഞത് വെള്ളാപ്പള്ളി പിന്തുണച്ചതുകൊണ്ടാണ് വോട്ട് കുറഞ്ഞു എന്നത്. ആരിഫിനെ ഇവിടെ നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞയാളാണ് ഞാൻ. അങ്ങോട്ട് പോയി പറഞ്ഞതല്ല. ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. പാർട്ടി അണികളിൽ ആരിഫിന് ഒരു ഇമേജും ഉണ്ടായിരുന്നില്ല. മുസ്ലിം സമുദായം പോലും ആരിഫിനെ വോട്ട് ചെയ്തിട്ടില്ല. മോദി ഭരണം തീർക്കണമെന്ന അജണ്ടയാണ് മുസ്ലിം സമുദായം നടപ്പിലാക്കിയത്. പ്രീണനം നടത്തിയപ്പോൾ ഹൈന്ദവ വോട്ട് എതിരായില്ലേ? വെള്ളാപ്പള്ളി ചോദിക്കുന്നു. മന്ത്രിസഭയിലെ ചിലർക്ക് ഭരണ പരിചയക്കുറവുണ്ട്, ചിലർക്ക് ധാർഷ്ട്യവും. കൂട്ടുത്തരവാദിത്തമാണുള്ളതെന്ന് മനസ്സിലാക്കുകയും തിരുത്താൻ തയ്യാറാവുകയും ചെയ്താൽ CPIMനെ കൊള്ളാം. ഈഴവന്റെ വോട്ട് നഷ്ടപ്പെട്ടെന്ന് പറയുന്നു. പോയെങ്കിൽ കാരണം കണ്ടെത്തുകയാണ് വേണ്ടതെന്നും CPIMനെ മറുപടിയായി വെള്ളാപ്പള്ളി പറയുന്നു. ആ കാരണത്തിന് പരിഹാരം ഉണ്ടാക്കിയാൽ LDFന് ഇനിയും അവസരമുണ്ടാകും. SNDPയിൽ എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്. SNDPക്കാരൻ എന്ന നിലയിൽ താൻ ഒരു കാര്യത്തിനും BJPക്കാർക്ക് വേണ്ടി പ്രചരണത്തിന് പോയിട്ടില്ല. അടിസ്ഥാന വർഗത്തിന്റെ ആളായിട്ടാണ് വളർന്നു വന്നത്. എന്നും അങ്ങനെ തന്നെയായിരിക്കും. സംഘടിത മതശക്തികൾക്ക് സമ്മർദ്ദം ചെലുത്തി അവസരങ്ങൾ വാങ്ങാനുള്ള കഴിവുണ്ട്. തങ്ങൾക്കതില്ല. പാർട്ടിക്ക് കുറെ കൂടി പ്രായോഗിക ചിന്ത വേണം. ചോര കൊടുത്തും നീര് കൊടുത്തും വളർത്തിയ പ്രസ്ഥാനമാണ്. ധാരാളം ചെറുപ്പക്കാരുമുണ്ട്. പക്ഷേ ഇന്നലെ വന്നവർക്ക് എല്ലാം കൊടുക്കുന്നു. അതിൽ ഇടതുപക്ഷത്തിന് അതൃപ്തി ഉണ്ടെന്നും വെള്ളാപ്പള്ളി അഭിമുഖത്തിൽ പറഞ്ഞു. നായരെയും നമ്പൂതിരിയെയും എന്നെ കൊണ്ട് ചീത്ത പറയിക്കാനാണ് ഇവിടെയുള്ള മറ്റു ചിലർ ശ്രമിച്ചത്. പക്ഷെ ഞാൻ അത് ചെയ്യില്ല. ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.